സുഹൃത്തുക്കളെ, ഇന്ന് ലൈറ്റിംഗ് കംപ്ലൈൻറ്റ് പൊതുവെ ധാരാളം LCD-കൾ മറ്റ് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ട് ഇടിമിന്നൽ വെച്ച്. ഇത് സാംസങ്ങിൻ്റെ ഒരു 432 LED-യാണ്, മെയ്ഡ് ഇൻ ഈജിപ്റ്റ്. അപ്പോൾ ഇതിന് സാധാരണ HDMI ഇൻപുട്ട് വഴിയോ വീഡിയോ ലൈൻ വഴിയോ ലൈറ്റിങ് കയറിക്കഴിഞ്ഞാൽ സാധാരണ ആ പ്രിൻറ്റിൽ ഒന്നുണ്ട് റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്കായി പോകും, അത് കരിഞ്ഞു പോകും. അതാണ് ഇപ്പോൾ ഈ സെറ്റിൽ എനിക്ക് കിട്ടിയ കംപ്ലൈൻ്റ് അതാണ്. അപ്പോൾ അത് ഞാൻ ആ ഏരിയ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ഭാഗത്ത് കുറച്ച് റേസിങ്സ് ഇരിപ്പുണ്ട്. ഒരു നിമിഷം വെയിറ്റ് ചെയ്യുക. ടീഷർട്ട് അതുകൊണ്ട് ഈ ഭാഗത്ത് ഒരു 33 ഓം ഒരു 3 റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട്. അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മെഷീനറീസോ ലെൻസോ ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റ് ആണെങ്കിലും ബോർഡ് ഊരി വെച്ചിട്ട് നമ്മൾ ഡിജിറ്റൽ മെത്തഡിൽ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് അത് ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ടുണ്ടാവും, അത് മാറ്റിയിട്ടാൽ വർക്കിംഗ് ആവും. എൻ്റെ മോഡൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അപ്പം വളരെ ശ്രദ്ധിച്ച് ബുദ്ധിപൂർവം നമ്മളത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മദർ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് റിപ്പയർ ചെയ്ത് നല്ലൊരു വർക്കിംഗ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസാണത്. അപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈറ്റിംഗ് ചെയ്സ് പ്രിൻ്റ് മൊത്തം കത്തിപ്പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് റെസിസ്റ്റൻസ് ആണ് 33 ഓം 3 എണ്ണം ഇരിപ്പുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് അത് മാറ്റിയിട്ടാൽ ഇത് ഫിനിഷ് ചെയ്യാം.